So, hello guys, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ഹൈ. എല്ലാവർക്കും ഹൈ. താങ്ക് യു സോ മച്ച് ഫോർ ദ ബർത്ത്ഡേ വിഷസ് ഗൈസ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മുടിഞ്ഞു പോട്ടെ. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാലോ ഗൈസ്. ടി വിയിലുള്ള പിള്ളേർക്ക് ഈ വർഷം കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത്. ഡീമൻ ആക്സിഡന്റ് ആയി. ഡീമന് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നു. ഇന്നൊരു സർജറി ഉണ്ടായിരുന്നു. അവന് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവനിനി കുറച്ച് ദിവസത്തേക്ക് ലൈവും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റത്തില്ല ഒരവസ്ഥ. അതിന്റെ കൂടെ എസ് ആർ കെക്കും ഇന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. അവനാണെങ്കിൽ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടായിരുന്നു കേസ്. അപ്പൊ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് അവൻ സൈക്കിളിൽ പൊക്കോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി വീണു. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി. എന്താണെന്ന് എനിക്ക് നിസിൻ ബി തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. വി സി പോകാൻ പറഞ്ഞോ ചന്ദ്രൻ? നോക്കട്ടെ എന്ത് പറ്റി നോക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എന്റെ സൗണ്ട് ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല ഗൈസ്. അതിന്റെ കൂടെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് പ്രോഗ്രാം വന്ന്. സത്യം പറഞ്ഞ ഇന്നലത്തെ പരിപാടിയുടെ കാര്യം എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. ലൈക്ക് ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ അറിയണത് പോലും. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. എന്നാ എനിക്കൊരു ലുഫിനെ 3D പ്രിന്റ് ചെയ്ത് തരാമെന്ന്. സെറ്റാക്കി തരാടാ, അതെല്ലാം നമുക്ക് ശരിയാക്കാം. ഞാൻ എല്ലാം ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ നിക്കോ ബ്രോ എന്നെ 3D പഠിപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ അതല്ല, ഇവിടെ എന്തെല്ലാരും ഉണ്ടല്ലോ. ഹലോ, എന്റെ കയ്യിലുണ്ട് വണ്ടി, നിനക്കില്ല വണ്ടി. ഹലോ അളിയാ, പറയടാ അളിയ. എന്റെ വീട്ടിലുണ്ട് കിണ്ടി, നിനക്കില്ല വണ്ടി. എല്ലാരും ഒന്ന് ചിരിച്ചു കൊടുക്കണേ. ചന്ദ്രൻ ഇത്രയും പെട്ടെന്ന് നമ്മളെ ഇത്രയും പെട്ടെന്ന് അളിയ, നിനക്കൊണ്ടൊരു താടി, നമ്മൾ നല്ലൊരു ജോഡി. നീ ആകുമോ എന്റെ ഡാഡി? ഞാനാകുന്ന ഡാഡി. നീ ഓൾറെഡി ഞാൻ. നീ എന്നെ അച്ഛൻ വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല. നീ ആകുമോ എന്റെ പിള്ളേരുടെ அவன் தப்பா பறஞ்சான் அன்னைக்கே சொன்னலடா நான். വീഡിയോ എടുത്തത് എന്തുവാടാ കുണ്ണെ ചിരിക്കുന്നേ? ഒരു താടി വേയാതെ സമയത്ത് ചിരിക്കുന്നു പുണ്ടച്ചി. ചിരിച്ചില്ലേട്ടാ, അത് ഫുൾ താടി എടുക്കാൻ പൈസ വരൂടാ മീരെ. എന്താ ബാബുന്റെ റിക്വസ്റ്റ് പ്രകാരം ചന്ദ്രനുള്ള സാധനം ഞാൻ പ്രിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം പകുതിയായി. ഇത്രയായി ഏകദേശം. അത് ഒരു കാര്യം ചെയ്യാൻ ഷർട്ടേട്ടൻ കൊടുക്കാം നമുക്ക്. വലുതൊന്നും വേണ്ട, മനസ്സിലായ? ഷർട്ടേട്ടന്റെ അണ്ടി ഞാൻ ഫോട്ടോ അയച്ചാൽ എനിക്കുണ്ടോ ഇല്ലോ എന്നുള്ളത്. നീ ബെൽറ്റും കൂടെ പിടിപ്പിക്കണം. 2 ഹുക്ക് പിടിപ്പിച്ചു, 2 ഹോൾ സൈഡിലിട്ടെ. എന്തൊരു എക്സ്പീരിയൻസ് അല്ലേ ചേർത്തേട്ടൻ പറയുന്നത്? എന്തൊരു എക്സ്പീരിയൻസ് അല്ല നിനക്കത്. ഗൈസ്, ഇത് കണ്ട, നമ്മള് തുടങ്ങിയത് ഇതില്. എന്റെ ഏറ്റവും ലാസ്റ്റ് പ്രിന്റ് ഇത് ഏകദേശം 19 മണിക്കൂർ എടുത്തൊരു പ്രിന്റാണ് കേട്ടോ. ഇതൊരു പാമ്പാ. ഞാന് ഈ പരിപാടിക്കൊക്കെ പോണ സമയത്ത് ഇത് ഫുള്ള് പ്രിന്റിലിട്ടാ പോണത്. ഞാൻ കുറെ സാധനങ്ങൾ പ്രിന്റ് എടുത്ത് ഗൈസ്. ഇത് കണ്ടോ നിങ്ങള്? ഇത് കണ്ടോ? ഇത് 3D പ്രിന്ററാ. ഈ സൈഡിൽ ഇങ്ങനെ ഒരു കളറും ഈ സൈഡിൽ ഇങ്ങനെ ഒരു കളറും. ഇത് നമുക്ക് എന്ത് വേണം ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെക്കാം. ഇത് കണ്ടോ? ഇതിങ്ങനെ കറക്കി തുറക്കാം. ഡ്രാഗൺ മുട്ട കണ്ട. ഇതൊരു സ്റ്റോറേജ് ബോക്സ് പോലെ യൂസ് ചെയ്യാം നമുക്ക്. ആൻഡ് ഇനി ഒരു സാധനം ഉണ്ട് എൻ്റെ കയ്യില്, ഞാൻ കാണിച്ചു തരാവേ. ഇന്നത്തെ പരിപാടി അതായിരുന്നു. ഇന്ന് ഞാൻ പോയിട്ട് ഇങ്ങനെ കുറെ പരീക്ഷണത്തിലായിരുന്നു ഞാൻ ഇന്നലെ. 2 ദിവസമായിട്ട് കുറെ പരീക്ഷണത്തിലായിരുന്നു ഇത്. ആൻഡ് വേറെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാവേ.
ഇതും ഞാൻ പ്രിന്റ് ചെയ്തതാ. നമ്മുടെ ആദ്യത്തെ പ്രിന്റ് ഫെയിലായി പോയെങ്കിലും ബാക്കിയുള്ളതെല്ലാം നമുക്ക് സക്സസ് ആയിരുന്നു. ഇനി വേറൊരു സാധനം ഇവിടെ ഉണ്ട്. ഇതും ഞാൻ പ്രിന്റ് ചെയ്തതാ. ഇത് കണ്ടോ, ഉനോടെ കാർഡ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ്. ക്ലിപ്പിൽ ഇങ്ങനെ ഊരാം, ഇങ്ങനെ എടുക്കാം. ഇതിനകത്ത് ഉനോടെ കാർഡ്സ് ഉണ്ടാവും. കണ്ട, ഇതെല്ലാം ഞാൻ പ്രിന്റ് ചെയ്തെടുത്തതാ. ഞാൻ എല്ലാം ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. ഇതിൽ നമുക്ക് വലിയ ചില സമയത്ത് നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ആ മെഷീൻ ഒരു ബീസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. സത്യം പറയാലോ, നമുക്ക് എന്ത് വേണേ പ്രിന്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം. ഞാനപ്പോ നമുക്ക് നമ്മുടെ അതൊക്കെ എന്താ പറയാ, ടിവിയുടെ മറിച്ച് സാധനങ്ങളൊക്കെ പ്രിന്റ് ചെയ്യണം. വെഹിക്കിൾ ഗൈസ്, ഈ വെഹിക്കിൾ പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമല്ല ഗൈസ്. ഈ വെഹിക്കിൾ പ്രിന്റ് ചെയ്യണത് ഭയങ്കര പാടാണ്. നിങ്ങൾ വിചാരിക്കണത് പോലെ അല്ല. അതെന്ന് വെച്ചാൽ ഒരു വണ്ടി മൊത്തത്തിൽ അങ്ങനെ പ്രിന്റ് എടുക്കാൻ പറ്റത്തില്ല. പാർട്സ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. 3D പ്രിന്റർ പ്രൈസ്, 3D പ്രിന്ററിന് ഇത് ബാംബു ലാബ്സിന്റെ H2S ആണ്. 1.7 lakh എന്താണ് അതിന്റെ ഇത് വരുന്നത്. ഇത് ഇങ്ങനെയുണ്ട്. ഇതെല്ലാം ഇത് ടേബിൾ ലാമ്പാ. ഞാൻ ഇതിന്റെ വയറും ലൈറ്റും കൊടുത്തിട്ടില്ല. അത് വയറും ലൈറ്റും കൊടുക്കും. ഇതെല്ലാം ഞാൻ പ്രിന്റ് ചെയ്തത്. എന്റെ ഇവിടെ നിറഞ്ഞ് ഡെസ്ക് മൊത്തം നിറഞ്ഞ്. ബർത്ത്ഡേ വിഷയം 2000 രൂപ. പ്രിന്റ് ചെയ്ത് തരണേടാ. മുട്ടയുടെ അത്ര വലുപ്പമുള്ള മുട്ടയുടെ അത്ര വലുപ്പമുള്ള ജെറ്റിനെയൊക്കെ പ്രിന്റ് ചെയ്യാൻ ഭയങ്കര പാടാ ചേട്ടാ. കുഞ്ഞായാലും മതി. ഒരു സംരംഭം തുടങ്ങുവാണ്, സപ്പോർട്ട് ചെയ്യോ? എന്താടാ അളിയ സൂപ്പർ ചാറ്റ് വായിക്കാറ്. അളിയ അതെ അളിയ, അതായത് നിന്റെ ബർത്ത്ഡേ വിഷിന് 5000 രൂപ. അപ്പൊ അതുപോലെ നമ്മൾ ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ വെച്ച് ടിവിയിലൊക്കെ ആരുടെ ഇപ്പൊ നിന്റെയാണ് ഏറ്റവും കൂടുതൽ 5000. അതില് 1000 രൂപ നിനക്ക്. അലിൻജോസ് പെരേര വാങ്ങിക്കുന്നത് 15,000 രൂപയാണ്. മനസ്സിലായോ? നമുക്ക് അളിയ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത് അത്ര കോമളത്തിന് നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. നിന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പേര് പറഞ്ഞ അതിന് അളിയ അത് നല്ലൊരു പരിപാടിയാണ്. അപ്പൊ മന്ദാരത്തിന്റെ ഒക്കെ ആണെങ്കിൽ 250 രൂപ. മന്ദാരത്തിന്റെ 250 രൂപ. ഇത് 250. എന്റെയാണ് കുറച്ചുകൂടി ഒരു പ്രീമിയം, ഒരു 6000. 6000 രൂപയാണ് നിന്റെ. എന്റെ 6000. അപ്പൊ ഏറ്റവും കുറവ് ഓർഡറേ വരാത്തത് നിന്റെ ആയിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും ഒരു മനുഷ്യൻ പോലും ഓർഡർ ചെയ്യാത്ത ബർത്ത്ഡേ വിഷ് നിന്റെ ആയിരിക്കും. 1000 രൂപ. എന്റെ അണ്ടിക്കറി പിടിക്കാൻ എന്തിനാണ് നീ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാണ്. നീ ഓക്കെ ആണ്? നീ ഡീൽ തരുവാണെങ്കിൽ ഇത് ഞാൻ ഇത് മുന്നോട്ട് വെച്ചതെല്ലാം ചെയ്യും. ഇത് നമ്മളൊരു പുതിയ 2026 പുതിയൊരു ബിസിനസ് പ്ലാൻ ആണ്. ഞാൻ നിന്റെ മുന്നിൽ ചേട്ടാ രാവിലെ എത്ര ഓർഡർ ഉണ്ടെന്ന് കല്യാണം നീ നിന്റെ ചാറ്റിലോട്ടൊന്ന് നോക്കി, എല്ലാവർക്കും സമ്മതമായിരിക്കും. ആൾക്ക് പോലും സമ്മതമില്ല. അവരൊന്നും വേണ്ട നോ എന്നാ പറയണേ ഇവിടെ. സമ്മതമില്ല. കണ്ട ശശികുമാറിന്റെ വീടിന്ന് പാല് കാച്ചപ്പോ എന്റെ എല്ലാവിധ ആശംസകളും. വെട്ടുകാട് ഷിബുവിന്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ വെട്ടുകാട് ഷിബു. കനാൽ ബോയ്സ് ഒക്കെ ചെയ്യണ പോലെ ചെണ്ടയൊക്കെ കൊട്ടി വരണ കളിയാ. നൈസായിരിക്കും. നിങ്ങളെ ഇന്ന് ഞാൻ പറഞ്ഞ RP കാരണം നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാ ടിവിയിൽ എല്ലാരും വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം സിറ്റിയൊന്നും ഇല്ല ശരിക്കും പറയുവാണെങ്കിൽ. ഞാനേ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിട്ട് വരാടാ. എനിക്ക് കുറച്ച് സാധനങ്ങൾ മാറ്റിയേക്കാം. നിനക്ക് ഓൾറെഡി ബാൻ ആണല്ലോ ചന്ദ്ര. അപ്പൊ ഓമ്പി തെറ്റിയേ നീ അവിടെ വെളിയിൽ ഇരുന്ന് എന്റെ കണ്ടോണ്ടിരിക്കും. ഞാൻ കളിക്കുന്നത് ഒരു 10-15 ദിവസം നീ കണ്ടോണ്ടിരിക്കും. നിന്റെ കുണത്തിനാണ് നിനക്ക് കിട്ടിയതെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. അളിയ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഞാൻ എന്ത് ഷോർട്ട് ടെമ്പേർഡ് ആൻഡ് ട്രിഗേർഡ് ആയിരുന്നു. ഞാൻ എക്സ്ലാൻഡിസിൽ ഒരു ബാനാ മേടിച്ചു, ഒരു ബാൻ. ഞാൻ എത്രക്ക് കൂളായിട്ടാണ് കളിക്കണേ ഇപ്പൊ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ പോലെ നീ 4 സെർവർ പൂട്ടിച്ച്, നീ 4 സെർവർ നീ പൂട്ടിച്ച് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എല്ലാം ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചെയ്തതെല്ലാം. എടാ
ഈകളെ അത് കൗണ്ടർ ഭയങ്കര നീ പോക്കോ. കഷ്ടമുണ്ടായിക്കലാമ കറക്റ്റ്. ഞാൻ ഒറ്റയ്ക്കാണെന്നല്ല ചേട്ടാ ഇത്ര നാള് കളിച്ചോണ്ടിരുന്നത് ടിവിയില്. എടാ കീച്ചേൻ ലെവൽ അടിക്കാൻ പറ്റൂടാ? ആ കീച്ചൺ ലെവലൊക്കെ പറ്റും ചേട്ടാ. ബട്ട് ആണോ ഈഗിൾ ഇവന്റെ വർക്ക് കഴിഞ്ഞോ? നീ പെയിന്റ് അടിക്കാനുണ്ടോ? നിങ്ങളെ ദേവാനന്ദ് എല്ലാരും അന്വേഷിച്ച് പറയാൻ പറഞ്ഞേ. അവന്റെ ആ കളർ മതി എന്നാണ് അവൻ പറയണത്. ഒരു റോസ് കൊടുക്കാം. വേണ്ട, ഒരു ചീഞ്ഞ കറുപ്പം കടിച്ചു. ഈഗിള് പറ 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 പറ. இப்ப நீ ஸ்ட்ரீம்ல காணிச்சல, அப்ப எப்படி தெரியுமா இருந்துச்சு? முழுசா மாறின சந்திரமுகிய பாரு, அந்த மாதிரி அந்த ஜோதிகா வந்துட்டு காணிப்பாங்கல்ல, லைக் அப்ப இது இது அது. അപ്പൊ നീ ബിസിനസ് പ്രപ്പോസൽ റിജക്ട് ചെയ്യണല്ലേ? ഞാൻ റിജക്ട് ചെയ്യണം.